ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാളത്തെ എക്സാമിനേഷനായ സോഷ്യോളജിയാണ്. +1 സോഷ്യോളജി ഹാഫ് ഇയർലി എക്സാം സ്പെഷ്യൽ എപ്പിസോഡ്. അപ്പോൾ ഇതിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും പ്രധാനമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചാപ്റ്ററിലോട്ട് പോവാം. ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്നും സമൂഹശാസ്ത്രപരമായിട്ടുള്ള ഭാവന അഥവാ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ 5 മാർക്കിന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സാമൂഹിക അസമത്വം ചോദിക്കാം. ദെൻ സാമാന്യ ബോധജ്ഞാനം, അതുപോലെ തന്നെ സമൂഹശാസ്ത്രജ്ഞാനം, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം 4 മാർക്കിന് ചോദിക്കാം. അതുപോലെ സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവം, ഭൗതിക ആശയങ്ങൾ അവിടെ കൊടുക്കണം. അതുപോലെ തന്നെ ഭൗതിക സാഹചര്യങ്ങൾ, സമൂഹശാസ്ത്രത്തിൻ്റെ ഉത്ഭവം ഈ ചോദ്യത്തിൽ എസ് എ ആയിട്ട് വരാം. ഓക്കെ, 8 മാർക്കിനാണ് എസ് എ വരിക. ഇന്ത്യയിൽ സമൂഹശാസ്ത്ര പഠനം ആരംഭിച്ച വർഷം ഓർത്തു വെക്കുക, 1 മാർക്കിന് ചോദിക്കും. അതുപോലെ സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി, അതായത് സ്കോപ്പ് ഓഫ് സോഷ്യോളജി, 8 മാർക്ക്, ഒരു ഷുവർ എസ് എ ആണ് സമൂഹശാസ്ത്രത്തിൻ്റെ വ്യാപ്തി. അതുപോലെ സമൂഹശാസ്ത്രവും മനഃശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാം. സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിന് അത് പഠിച്ചു വെക്കുക. അതുപോലെ സമൂഹശാസ്ത്രവും സാമൂഹിക നരവംശാസ്ത്രവും തമ്മിലുള്ള ബന്ധം അഥവാ വ്യത്യാസം എഴുതാം, ചോദിക്കാം 5 മാർക്കിന്. അപ്പോൾ ഇത്രയാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നോക്കേണ്ട കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ ചാപ്റ്റർ സാമൂഹിക സംഘം. എന്താണ് സാമൂഹിക സംഘം? അതിൻ്റെ സവിശേഷതകൾ 6 മാർക്കിന് ചോദിക്കാം. അർദ്ധസംഘവും സാമൂഹ്യ സംഘവും തമ്മിലുള്ള വ്യത്യാസം പഠിക്കുക, 3 മാർക്കിൻ്റെ ചോദ്യമാണ്. ദെൻ വർഗം, വർഗസമരം, ആരുടെ ആശയമാണിത് എന്ന് 1 മാർക്കിന്. വർഗസമരം ആരുടെ ആശയമാണ്? 1 വേർഡായിട്ട് വരും. ദെൻ വിവിധ തരം സാമൂഹിക സംഘങ്ങൾ, എസ് എ ക്വസ്റ്റ്യനാണ് കേട്ടോ. വ്യത്യസ്ത തരം സാമൂഹിക സംഘങ്ങൾ 8 മാർക്കിന് ചോദിക്കാം. അതുപോലെ സാമൂഹ്യ ശ്രേണീകരണം 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അതുപോലെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനാണ്. അടിമത്തത്തിൻ്റെ ഇന്നത്തെ രൂപം എന്താണ്? ബോണ്ടഡ് ലേബറാണ്. ബോണ്ടഡ് ലേബർ 1 മാർക്കിന് ഇത് വരും. ദെൻ ജാതിയെ ഒരു വിവേചന സമ്പ്രദായം എന്ന നിലയിൽ വിലയിരുത്തുക എന്നുള്ള ഒരു ചോദ്യം 6 മാർക്കിന് ചോദിച്ചേക്കാം. അതുപോലെ ജാതിയും വർഗവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ 4 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വരാറുണ്ട്. ദെൻ പദവി, എന്താണ് പദവി? പദവിയുടെ പങ്ക് 4 മാർക്ക്. അതുപോലെ പങ്ക് സംഘർഷം 2 മാർക്കിന് ചോദിക്കാം. അതുപോലെ സാമൂഹിക നിയന്ത്രണം, സോഷ്യൽ കൺട്രോൾ, ഇതിൻ്റെ വീക്ഷണങ്ങൾ 5 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് ചോദിക്കാനുള്ള സാധ്യത. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ചാപ്റ്റർ. ഇത്രയും ചോദ്യങ്ങൾ, ഇത്രയും ഏരിയാസ് മനസ്സിലാക്കി വെക്കുക. ചോദ്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അപ്പോൾ അതെടുത്തിട്ട് നോക്കിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് എടുത്തിട്ട് നോക്കി വായിച്ച് മനസ്സിലാക്കുക കേട്ടോ. ദെൻ മൂന്നാമത്തത് ഒരുവിധം എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും. ഒന്നും കൂടെ ഈ കാര്യങ്ങളിലൂടെ മാത്രം ഒരിക്കൽ കൂടി ഒന്ന് കടന്നു പോകുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. പിന്നീട് നമുക്ക് പബ്ലിക് എക്സാം ഒക്കെ ആകുമ്പോഴേക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാം. ദെൻ ചാപ്റ്റർ 3 സാമൂഹിക സ്ഥാപനങ്ങൾ. സാമൂഹിക സ്ഥാപനങ്ങളെക്കുറിച്ച് അതുപോലെ തന്നെ അതിനെക്കുറിച്ചുള്ള വീക്ഷണങ്ങളും 5 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വരാം. അതുപോലെ ദിശാ കുടുംബം, പുനരുൽപാദക കുടുംബം, ഇത് ഓരോന്ന് എന്താണെന്നോ അല്ലെങ്കിൽ രണ്ടും തമ്മിലുള്ള വ്യത്യാസം 3 മാർക്കിന് വരാം. ദെൻ കുടുംബത്തെക്കുറിച്ചുള്ള നിർവഹണവാദ വീക്ഷണം, കുടുംബത്തെക്കുറിച്ചുള്ള നിർവഹണവാദ വീക്ഷണം 5 മാർക്കിന് വരാം. കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ എസ് എ ക്വസ്റ്റ്യനാണ്. കുടുംബത്തിൻ്റെ വിവിധ രൂപങ്ങൾ 8 മാർക്കിൻ്റെ എസ് എ ക്വസ്റ്റ്യനാണ്. ദെൻ 8 മാർക്കിൻ്റെ ചോദ്യമാണ് വിവാഹത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ, മാരേജ്, ടൈപ്സ് ഓഫ് മാരേജ്. അതുപോലെ വിവാഹ നിയമങ്ങൾ 4 മാർക്കിന് ചോദ്യമാണ്. വൈവാഹിക ബന്ധുത്വമാണ്, വിവാഹം വഴിയുള്ള ബന്ധുത്വം വൈവാഹിക ബന്ധുത്വമാണ്, 1 മാർക്കിന് വരാം. ദെൻ തൊഴിലിൻ്റെ രൂപാന്തരണം ചോദിക്കാം 4 മാർക്കിന്. ആധുനിക രാഷ്ട്രത്തിൻ്റെ സവിശേഷതകൾ 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. മതത്തിൻ്റെ പൊതുവെ ഉള്ള സവിശേഷതകൾ 5 മാർക്കിന് ചോദിച്ചേക്കാം. ദെൻ മതവും സാമൂഹിക സ്ഥാപനങ്ങളുമായുള്ള ബന്ധം,
ഇത് എന്താണെന്നുള്ളത് വ്യക്തമാക്കുക. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ 5 മാർക്കിന് വരാം. വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള വ്യത്യസ്ത വീക്ഷണങ്ങൾ 5 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയാണ് 1, 2, 3 ചാപ്റ്ററുകളിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാന ചോദ്യങ്ങൾ. ഇനി 4ാമത്തെ ചാപ്റ്റർ സംസ്കാരത്തെ നിർവചിക്കുക. എന്താണ് കൾച്ചർ എന്ന് 3 മാർക്കിന് വരാം. അതുപോലെ സംസ്കാരത്തിൻ്റെ വ്യത്യസ്ത മാനങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിക്കാം, 6 മാർക്ക്. ദെൻ സാംസ്കാരിക ചലനമാന്യം 3 മാർക്കിന് ചോദിക്കാറുണ്ട്. ദെൻ വംശീയ കേന്ദ്രോന്മുഖത 2 മാർക്കിന് വരാം, അതായത് എത്നോസെൻട്രിസം. അതുപോലെ സാർവജനീനത, കോസ്മോപൊളിറ്റനിസം 6 മാർക്ക്. സാർവജനീനത 6 മാർക്കിന് പഠിച്ചു വെക്കുക. ദെൻ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രധാന ഏജൻസികൾ 8 മാർക്കിന് ചോദിച്ചേക്കാം. സാമൂഹ്യവൽക്കരണം എന്താണെന്നും സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസികളും ഇതെന്തായാലും ഈ ഒരു എസ്സേക്ക് പ്രതീക്ഷിക്കട്ടോ. ഈ എസ്സേ മാത്രം പഠിച്ചു വെച്ചാലും മതിയാവും തോന്നുന്നു. ഇത് വരാൻ 100% ചാൻസ് ഉണ്ട്. സാമൂഹ്യവൽക്കരണം എന്താണെന്നും സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രധാനപ്പെട്ട ഏജൻസികൾ എത്ര മാർക്കാണ്? 8 മാർക്ക്. ഓക്കെ. ദെൻ നെക്സ്റ്റ് 5ാമത്തെ ചാപ്റ്ററാണ്. അതിൽ നിന്ന് വസ്തുനിഷ്ഠത, ആത്മനിഷ്ഠത 5 മാർക്കിന് പഠിച്ചു വെക്കുക. വസ്തുനിഷ്ഠതയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് 3 മാർക്കിന് ചോദിക്കാം. ദെൻ സൂക്ഷ്മരീതിയും സ്ഥൂലരീതിയും, മൈക്രോ പ്ലസ് മാക്രോ മെത്തേഡ്, ഇത് തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു വെച്ചോളൂ, 4 മാർക്ക്. ദെൻ പങ്കാളിത്ത നിരീക്ഷണം എന്താണ്, അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എഴുതുക. ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആണ് പങ്കാളിത്ത നിരീക്ഷണം, 8 മാർക്ക് കേട്ടോ. സർവേയുടെ ഗുണങ്ങളും ദോഷങ്ങളും 6 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് വരാം. ദെൻ സാമ്പിളിംഗ് രീതികൾ, വ്യത്യസ്ത തരം സാമ്പിളിംഗ് രീതികൾ 4 മാർക്ക്. വ്യത്യസ്ത തരം അഭിമുഖങ്ങൾ, ഇതൊക്കെ ഈസിയാണ്, ഒന്ന് വായിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും, 4 മാർക്ക്. വ്യത്യസ്ത തരം അഭിമുഖങ്ങൾ, ഇൻ്റർവ്യൂസ് 4 മാർക്ക് കേട്ടോ. ദെൻ അഭിമുഖത്തിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും 6 മാർക്കിന് ചോദിച്ചേക്കാം. അപ്പോൾ ഇത്രയാണ് ഈ 5 ചാപ്റ്ററുകളിൽ നിന്നായിട്ട് വരാവുന്ന ചോദ്യങ്ങൾ ഹാഫ് ഇയർലി എക്സാമിനേഷന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്തിട്ട് പോവുക, പാസ്സാവാതെ പോകരുത്. അപ്പം ഇത് നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. ദെൻ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.